ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിരലിൽ എണ്ണാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കൊരു ചെമ്മീൻ തോരൻ ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതുപയോഗിച്ച് 3 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിൽ ചെമ്മീൻ തോരൻ തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കിയാലോ? ആദ്യം തന്നെ ചെമ്മീൻ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചട്ടി എടുത്ത് നേരെ നമുക്ക് അടുപ്പയിലേക്ക് വെക്കാം. അതിനുശേഷം വൃത്തിയാക്കി വെച്ച ചെമ്മീൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഉണക്കച്ചെമ്മീനാട്ടോ എടുത്തിരിക്കുന്നത്. പച്ചച്ചെമ്മീനും നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കാം കേട്ടോ. ചെമ്മീൻ ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് സമയം ഇതൊന്ന് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങൾ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി, ഒരു 2 അല്ലി കറിവേപ്പില, കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് തേങ്ങ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചെമ്മീൻ തോരന് ആവശ്യമായുള്ളത്. എന്നാൽ പിന്നെ ഇവയെല്ലാം ഇട്ടിട്ട് നമുക്കിതൊന്ന് വേഗം റെഡിയാക്കി എടുത്താലോ? അപ്പം നേരെ ചട്ടി തുറക്കുക. ചട്ടി തുറന്നേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അങ്ങ് ഇട്ട് കൊടുക്കാം. നിങ്ങൾ പുളി ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കുറച്ച് വാളംപുളിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. തക്കാളി ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ചെമ്മീനെല്ലാം ഇവിടെ കുറച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഇടിച്ച് വെച്ച വെളുത്തുള്ളിയും കൂടി അങ്ങ് തട്ടിയിട്ട് കൊടുക്കാം. എന്നിട്ട് അവയെല്ലാം കൂടെ അങ്ങ് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. തക്കാളിയെല്ലാം ഒന്ന് വെന്ത് വരാൻ വേണ്ടി ഇവ നമ്മൾ പൊത്തി വെച്ച് വേവിക്കാം. അങ്ങനെ തക്കാളിയെല്ലാം നല്ല വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങ നല്ല പാങ്ങിൽ അങ്ങ് വിതറിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെമ്മീൻ വേവിക്കാൻ വേണ്ടി നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചൊഴിക്കുക. അധികം വെള്ളം ഈ തോരന് ആവശ്യമില്ല. അതിൻ്റെ പൊക്കത്തേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങ ചെറുതായിട്ടൊന്ന് വേകാൻ വേണ്ടി ഒന്നും കൂടെ നമുക്ക് പൊത്തി വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ വെള്ളമെല്ലാം വറ്റി നമ്മുടെ തോരൻ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. സ്പൂണ് വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നല്ല ഡ്രൈ ആയിട്ട് വരുന്നതാണ് കേട്ടോ ടേസ്റ്റ്. അതിനു വേണ്ടി നമ്മൾ ഇളക്കി കൊടുത്ത് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഉപ്പേരിയുടെ പരിപാടി ഇവിടെ തീർന്നു. ഇനി അവസാനം നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല അടിപൊളി മണമാണ് കേട്ടോ വരുന്നത്. അങ്ങനെ നമ്മുടെ ഈസി റെസിപ്പിയായ ചെമ്മീൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീട്ടിലുള്ള വെറും കുറച്ച് സാധനങ്ങൾ മതി നമുക്കിതൊന്ന് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഉച്ചയ്ക്ക് നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം കൂട്ടാൻ എന്താ രസം. അത് മാത്രമല്ല നമ്മളിവിടെ ദോശയ്ക്കെല്ലാം കൂട്ടാറുണ്ട് കേട്ടോ ഈ ഒരു തോരൻ. നല്ല നീർദോശയും ചെമ്മീൻ തോരനും അടിപൊളിയാണ് കേട്ടോ. വേറൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവർക്കും നമ്മുടെ ഈ കൊച്ചു ചാനലിലെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ്. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.